വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാളെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഹാളിൽ കയറുന്നതിനേക്കാട്ടിലും മുന്നേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നതിനേക്കാട്ടിലും മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് പാസ് ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മുഴുവൻ ചാപ്റ്ററിൻ്റെയും സമ്മറി എങ്കിലും, ശരിക്കും ചാപ്റ്റേഴ്സ് വായിക്കുകയാണ് വേണ്ടത്, അതിന് പറ്റിയിട്ടില്ല അതവർ മുഴുവൻ ചാപ്റ്ററിനെ സമ്മറി എങ്കിലും കാണണം. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ചെക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് മുഴുവൻ പോയവും നമ്മൾ അറിഞ്ഞിരിക്കണം, ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. പോയം ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു 4 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും വരും, ചിലപ്പോൾ 8 മാർക്കിനായിട്ട് 2 ഭാഗത്തു നിന്നായിട്ട് വരും. അപ്പം അതുകൊണ്ട് പോയം പഠിച്ചിരിക്കണം പാസ് മാർക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10-17 ഫോർമാറ്റ്സ് ഉണ്ട്, അതിലൊരു 12 ഫോർമാറ്റ് എങ്കിലും ഷുവർ ആയിട്ടുള്ള 12 ഫോർമാറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതിൽ ഇൻക്ലൂഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്ലർബ്, ദെൻ നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഫോർമാറ്റിലേക്ക് പ്രധാനപ്പെട്ടതാണ്. 12 ഫോർമാറ്റ്സ് പഠിച്ചിരിക്കണം. അതിൻ്റെയും ലിങ്ക് എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വച്ചേക്കാം. പിന്നെ നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് ഒരു സ്പീച്ച് പഠിച്ചിരിക്കണം. വിമൻ എംപവർമെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിർബന്ധമായിട്ട് ഒരു സ്പീച്ച് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതുകൂടാതെ എസ്സേ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വച്ചിരിക്കേണ്ടതാണ്. ഒന്നെന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, രണ്ടെന്ന് പറയുന്നത് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കറക്റ്റ് എഴുതാൻ, ഒരു 4 മാർക്കെങ്കിലും, 8 മാർക്കിന് ചോദ്യം വരുന്നത് 4 മാർക്കിനെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആറാമതായിട്ട് ക്യാരക്ടർ സ്കെച്ചാണ്, വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എങ്കിലും നോക്കാം. അതായത് നൊമിതയുടെ എന്തായാലും നോക്കിയിട്ടുണ്ടായിരിക്കണം, ബാൽവിൻ്റെയും എന്തായാലും നോക്കിയിട്ടുണ്ടായിരിക്കണം, റോബർട്ട് ബാൽവിൻ്റെത്, ബാക്കിയെല്ലാം നോക്കിയില്ലെങ്കിൽ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരുടെ 2 പേരുടെയും നോക്കിയിട്ടുണ്ടായിരിക്കണം. പാസ് മാർക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയും നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഈസി ആയിട്ട് നാളത്തെ എക്സാമിന് പാസ്സാകാൻ പറ്റും. പിന്നെ ഗ്രാമർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ, മുഴുവൻ ഗ്രാമർ ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ റിപ്പോർട്ട് സ്പീച്ചൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, അത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അറ്റൻഡ് ചെയ്ത് വെച്ചേക്കാം. എല്ലാ ചോദ്യവും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കേട്ടോ, ഒരു ചോദ്യം പോലും മിസ് ചെയ്യരുത്. കാരണം നമ്മൾ എന്തെങ്കിലും അവിടെ എഴുതി വെച്ചാൽ മാത്രമാണ് അത് തെറ്റിടാൻ അല്ലെങ്കിൽ ശരി ഇടാൻ ആ ടീച്ചർക്ക് പറ്റുള്ളൂ. തെറ്റിട്ട് അവിടെ 1 മാർക്ക് തന്നാലും അതായി ഒരു 4 ക്വസ്റ്റ്യൻ അങ്ങനെ ഓരോ മാർക്ക് കിട്ടിയാൽ, നമുക്ക് അറിയില്ലാത്തൊരു ചോദ്യം, 4 ചോദ്യം അറിയില്ല, ടീച്ചർ ടിക്കറ്റ് നമ്മൾ എന്തൊക്കെയോ എഴുതി വെച്ചു, ടീച്ചർ വെറുതെ നോക്കിയാൽ എന്താ ആയിക്കോട്ടെ പാസ്സായി പോട്ടെ എന്ന് ഓർത്തിട്ട് 2 മാർക്ക് വീതം അതിനിട്ടാൽ 4-2 8 മാർക്ക് കിട്ടും. 8 മാർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ റിസൾട്ടിനെ മാറ്റിമറിക്കുന്ന മാർക്കുകളാണ്. അതുകൊണ്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് പാരഗ്രാഫ് തന്നിട്ട് എഴുതാനായിരിക്കും, സിമ്പിളായിരിക്കും, ശരിക്കും വായിച്ചാൽ ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ ആൻസേഴ്സ് കിട്ടും. അതെന്തായാലും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, നല്ല രീതിക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ട് വരാം. താങ്ക്